ഒന്നിലും സംതൃപ്തി തോന്നാത്ത ഒരു യുവതലമുറയാണ് ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്നത്. വിദ്യാഭ്യാസമുണ്ടായിട്ടും പല സുഖസൗകര്യങ്ങളുണ്ടായിട്ടും അവർ സംതൃപ്തരാകുന്നില്ല. ഈ തലമുറയ്ക്ക് ഒരു വലിയൊരു മാതൃകയായി വരികയാണ് ഒരു യുവാവ്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം വൈറലാകുകയുണ്ടായി. അതാരാണെന്നൊന്നും പറയുന്നില്ല, അദ്ദേഹം തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തും. വ്യത്യസ്തനായ ഈ യുവാവിൻ്റെ ജീവിത സാക്ഷ്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. എൻ്റെ പേര് ഷോൺ അഭിഷേക്. ഞാൻ കോട്ടയം തെള്ളകത്തുള്ള അമ്മ വീട്ടിൽ താമസിക്കുകയാണ്. എനിക്ക് 2 കൈകളും കാലുകളുമില്ല. ഞാൻ എൻ്റെ ദിവസം ആരംഭിക്കുന്നത് വിശുദ്ധ കുർബാനയോടുകൂടിയാണ്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലിത്തീർക്കുവാനേ ജീവിതം പോരാ. എനിക്ക് തോന്നുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് ദിവസം ആരംഭിക്കുന്നത് കൊണ്ടായിരിക്കാം ഞാൻ ചെല്ലുന്നിടത്തൊക്കെ എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് മുൻപേ ഓരോരുത്തരെയും അവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം പല തവണ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇന്നത്തെ യുവജനങ്ങൾ പല കാര്യങ്ങൾക്കും അഡിക്റ്റാണ്. മയക്കുമരുന്ന്, അതുപോലുള്ള തെറ്റായ പ്രണയബന്ധങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾക്കും അഡിക്റ്റാണ്. അവർ ആ സമയം വിശുദ്ധ കുർബാനയെ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും വിശുദ്ധ കുർബാനയെ ഒന്ന് കൂടുതലായി സ്നേഹിക്കുവാനും ഒന്ന് പരിശ്രമിച്ചു നോക്കിയാൽ അവർ വിചാരിക്കുന്നതിനേക്കാട്ടിലപ്പുറം അവരുടെ ജീവിതത്തിൽ അവരെത്തിപ്പെടും. അവരുടെ ജീവിതം ഒരു വലിയ കുർബാനയായി, മറ്റൊരു ദിവ്യകാരുണ്യമായി മാറ്റുവാൻ അവർക്ക് സാധിക്കും. ഞാൻ ജന്മന ഇങ്ങനെ ജനിച്ചു. എൻ്റെ ഈ രൂപം കണ്ട് എൻ്റെ മാതാപിതാക്കൾ എന്നെ ഉപേക്ഷിച്ച് പോയി. പക്ഷേ അതിലൊന്നും എനിക്ക് നിരാശപ്പെടേണ്ടതായി ഇതുവരെ വന്നിട്ടില്ല. കാരണം അതിലും വലിയ ദൈവത്തിൻ്റെ മാലാഖമാരെന്ന് തന്നെ പറയാം സിസ്റ്റേഴ്സ്, കുന്നന്താനത്തുള്ള പ്രൊവിഡൻസ് ഹോമിലെ എൻ്റെ ലിറ്റിയമ്മയും സിസ്റ്റേഴ്സും അവിടെയുള്ള മറ്റ് എല്ലാവരും എന്നെ അതുപോലെ കെയർ ചെയ്ത് വളർത്തി ഇത്ര വലുതാക്കി. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഞാൻ നിരാശനല്ല. അനേകം അമ്മമാരെ ആണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. അതിനുശേഷം പ്രായപൂർത്തിയായപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തെള്ളകത്ത്. ഇവിടെ അച്ഛൻ സെബാസ്റ്റ്യൻ തരുന്ന സപ്പോർട്ടും സ്നേഹവും എല്ലാം വളരെ വലുതാണ്. അച്ഛൻ്റെ സപ്പോർട്ടും സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് പല വേദികളിലും അവസരം ലഭിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു മോട്ടിവേഷൻ ക്ലാസ്സിന് പോയപ്പോഴാണ് ഷോണിനെ എല്ലാവരും തിരിച്ചറിയുണ്ടായത്. അത് എവിടെ വെച്ചായിരുന്നു? അതിപ്പോൾ ഒരു കര ചമ്പക്കുളത്ത് വെച്ചായിരുന്നു. അവിടെ എന്തായിരുന്നു, അവിടെ പ്രോഗ്രാം എന്തായിരുന്നു? അവിടെ ഗ്രാജുവേഷൻ സെറമണി ആയിരുന്നു. അപ്പം ഒരു ടോക്ക് എടുക്കാമെന്ന് ചോദിച്ച് വിളിച്ചതാണ്, അങ്ങനെ പോയതാണ്. അപ്പോൾ അതിനു മുമ്പാടെ ഇങ്ങനെയുള്ള മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ പോകാറുണ്ടോ? മോട്ടിവേഷൻ ക്ലാസ്സിനൊന്നും പോകാറില്ലായിരുന്നു. ഷോണിപ്പോൾ എന്താ എടുക്കുന്നത്? ഇപ്പം ഞാൻ +2 കഴിഞ്ഞു. റിസൾട്ടൊക്കെ എങ്ങനെയുണ്ട്? നല്ല മാർക്കുണ്ട്. ഓക്കെ. ഇനി അടുത്ത എന്താ ഷോണിന്, എന്താ അടുത്ത പ്രോഗ്രാം എന്താണ്? ഡിഗ്രിക്കോ ബികോമിനോ വല്ലതും പോകാനാണ് പ്ലാൻ. ഇതുപോലെ ഇപ്പം അതിനോടുകൂടി തന്നെ അന്ന് ഇങ്ങനെ ഒരു ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഷോണിൻ്റെ ഒരു ടെസ്റ്റ് മണി പറയുകയും ഷോണിൻ്റെ ജീവദർശനമൊക്കെ പറയുകയും ചെയ്തപ്പോൾ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്നവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? എല്ലാവരും നല്ല പ്രതികരണമായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങളൊന്നും അല്ലാണ്ടായിപ്പോയെന്നൊക്കെ പലരും പറഞ്ഞു. ദൈവത്തിനാണ് നന്ദി മുഴുവനും. ഇങ്ങനെ ഇതുപോലെ ഇപ്പം കൈകളും കാലുകളും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കുമ്പോഴും എപ്പോഴെങ്കിലും പലരും ചോദിക്കുന്നതായിരിക്കാം ഷോണിന് നിരാശയുണ്ടോ സങ്കടമുണ്ടോ എന്നൊക്കെ. എന്താ ഷോണ് പറയാനുള്ളത്? കുഞ്ഞിലെയൊക്കെ നമുക്കതൊരു ഇതായിരുന്നു, വിഷമമായിരുന്നു. പക്ഷെ ഇപ്പം മനസ്സിലായി. കാരണം ഇത് ദൈവനിയോഗമാണ് ഇങ്ങനെ എന്നെ വിട്ടത് തന്നെ. അതിലൂടെ എനിക്ക് നേടാൻ പറ്റുന്നവരെല്ലാം നേടുക, അങ്ങനെ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. നിരാശയോ ഒന്നുമില്ല ഇപ്പം. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൂർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ? ഷോൺ ഇങ്ങനെ ഒരു സന്തോഷം എപ്പോഴും ലഭിക്കുവാനും
ഇതുപോലെയുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ ലഭിക്കാനായിട്ട് ഷോണിൻ്റെ ഈ ഒരു ട്രെയിനിങ് സഹായകരമായില്ലേ? അയ്യോ തീർച്ചയായും. അപ്പോൾ ആദ്യം കുഞ്ഞുനാളിൽ എവിടെയായിരുന്നു ഷോണ് താമസിച്ചിരുന്നത്? എവിടെയായിരുന്നു? ചങ്ങനാശ്ശേരി കുന്നന്താനം പ്രൊവിഡൻസ് ഹോം, അവിടെയായിരുന്നു 7ാം ക്ലാസ് വരെ. അവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നല്ലോ, അമ്മ ലിറ്റിയമ്മ. അമ്മയാണ് എടുത്ത് വളർത്തിയതും. പിന്നെ അവിടെ സിസ്റ്റേഴ്സും ബാക്കിയുള്ള കൂടെയുള്ളവരെല്ലാവരും വളരെ സപ്പോർട്ടായിരുന്നു. അവരാണ് ഇങ്ങനെ ഒരു കല തിരിച്ചറിഞ്ഞ് പരിശീലിപ്പിച്ചതും എല്ലാം. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ അവർ ഷോണിനെ സ്റ്റേജിലൊക്കെ കയറ്റുമായിരുന്നോ? കയറ്റുമായിരുന്നു. ആദ്യമൊക്കെ ഇച്ചിരി പേടിയുണ്ടായിരുന്നു. സിസ്റ്ററിനെയൊക്കെ കൂടെ വിളിച്ചാണ് കയറ്റിക്കൊണ്ടിരുന്നത്. അവിടെ നിന്ന് തുടങ്ങിയതാണ്. പിന്നെ എത്ര നാളായി ഇങ്ങോട്ട് ഈ അമ്മ വീട്ടിലേക്ക് വന്നത് എത്ര നാൾ മുമ്പാണ്? ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ 6 വർഷമായി. കൂട്ടുകാരൊക്കെ ഇവരൊക്കെ എത്രമാത്രം ഷോണിനോട് സഹകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരെന്തുമാത്രം ഷോണിന് സഹായകരമായി മാറുന്നുണ്ട്? ഇവരാണ് ഷോണിൻ്റെ ശക്തി. എല്ലാവരും അതെ, കൊച്ചു കുഞ്ഞ് തൊട്ട് എല്ലാവരും അതെ, ഫുൾ സപ്പോർട്ടാണ്. അതുപോലെ ഷോണി ഇപ്പം ആഹാരം കഴിക്കുമ്പോഴേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇവരും കൂടെ ഇവരുടെ കൂടെയാണല്ലോ ഇരുന്ന് കഴിക്കുന്നത്. അപ്പോൾ ഇവർ എങ്ങനെയാണ് ഷോണിൻ്റെ ആഹാരം കഴിപ്പൊക്കെ എങ്ങനെയാണ്? ഇവരാണ് എൻ്റെ എല്ലാം. ഞാൻ പറഞ്ഞല്ലോ, സഹായിക്കാനും എല്ലാം ഇവരാണ്. എല്ലാവർക്കും നല്ലൊരു മനസ്സുള്ള കൂട്ടുകാർ തന്നെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. 45 പേര്, എല്ലാവരും വളരെ സഹായ മനസ്സുള്ളവർ തന്നെയാണ്. ഷോണിന് ആഹാരമൊക്കെ ഇവരാണോ വാറ്റി തരുന്നത്? അതെ, എല്ലാം. എന്നെ ആഹാരം മാത്രമല്ല, കുളിപ്പിക്കുന്നതും മറ്റെല്ലാം ഇവർ തന്നെയാണ് ചെയ്യുന്നത്. ശരി. നിങ്ങളുടെ ആധ്യാത്മികമായ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ നടന്നു പോകുന്നത്? രാവിലെയൊക്കെ പ്രഭാതത്തിൽ തന്നെ വിശുദ്ധ കുർബാനയൊക്കെ ഉണ്ടോ? ഉണ്ട്. രാവിലെ 6:15 വിശുദ്ധ കുർബാനയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പിള്ളേരും എല്ലാവരും പോകും. അതിനുശേഷമാണ് എല്ലാവരും സ്കൂളിലേക്കൊക്കെ പോകുന്നത്? അതിനുശേഷം 1 മണിക്കൂർ സ്റ്റഡി ടൈം ഉണ്ട്. 8 മണി തൊട്ട് എല്ലാവരും സ്കൂളിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴും ഇപ്പോൾ ഷോണിപ്പം പഠിക്കാനായിട്ടൊക്കെ പോയിരുന്നു. ഇപ്പോൾ +2 വരെ ഏത് സ്കൂളിലാണ് പഠിച്ചിരുന്നത്? എവിടെയാണ്? ഞാൻ +1ഉം +2ഉം മാന്നാനത്താണ് പഠിച്ചത്, സെൻറ്റ് എഫ്രൈംസിൽ. 8, 9, 10 ഇവിടെ പാറമ്പുഴ ഹോളി ഫാമിലി പഠിച്ചത്. ഈ സ്കൂളിലൊക്കെ പോകുമ്പോഴൊക്കെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, അവരുടെയൊക്കെ സമീപനങ്ങളും ഒക്കെ എങ്ങനെ ഷോണിന് എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? എങ്ങനെയാണ്? അവരുടെ വളരെ സന്തോഷത്തോടെ, ആരും അങ്ങനെ മാറ്റി നിർത്തുന്ന ഫീൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്കൂളിൽ ചെന്നിട്ടാണേലും ഇവന്മാരും കുറച്ച് പേര് കൂടെയുണ്ട്. അതിൽ സ്കൂളിലുള്ളവന്മാരും എന്നെ എടുത്തുകൊണ്ട് നടക്കാനും ഒക്കെ സമ്മതിക്കും. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൂർത്ത, എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. സ്കൂളിലൊക്കെ വെച്ചൊക്കെ ഈ പഠിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ എഴുതുന്നതൊക്കെ? ഞാൻ കാല് വെച്ച് എഴുതുന്നുണ്ട്. അപ്പോൾ പിന്നെ പരീക്ഷയൊക്കെ എഴുതുമ്പോഴൊക്കെയോ? പരീക്ഷ നമുക്ക് ഫൈനൽ എക്സാമിന് നമുക്ക് ഇളയ ക്ലാസ്സിൽ നിന്ന് പിള്ളേരെ തരും. നമ്മൾ പഠിച്ചു കൊടുത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ഫോണ് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടി എഴുതും. ബാക്കി മിഡ് ടൈം എക്സാമും ക്രിസ്മസ് ഓണം എക്സാമൊക്കെ ഞാൻ തന്നെയാണ് എഴുതുന്നത്. ശരി, ഓക്കെ. അപ്പോൾ സ്കൂളിലൊക്കെ ഇരിക്കുമ്പോഴെല്ലാം ഷോണിന് പ്രത്യേകം ചെയറുണ്ടോ? ഇല്ല, എല്ലാവരുടെയും കൂടെ ബെഞ്ചിൽ തന്നെ കയറിയിരിക്കണം. ഓക്കെ. ചെറുപ്പം മുതലുള്ള ഓർമ്മയൊന്നും പങ്കുവെക്കും. ഞാൻ ജനിച്ച് 6 ദിവസമുള്ളപ്പോൾ ലിറ്റിയമ്മയുടെ കൈ കിട്ടിയതാണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. കുന്നന്താനത്തുള്ള അവിടെ വളർന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്ക് എൻ്റെ വീട്ടുകാരോ അങ്ങനെയൊന്നും കാണാനോ അറിയാനോ ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ഒരമ്മയല്ലേ പോയുള്ളൂ, തന്നേക്കുന്നത് അനേക അമ്മമാരും സുഹൃത്തുക്കളെ. അപ്പം എനിക്ക് ആ ഒരു നഷ്ട ഫീൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെയാണേലും അനിയന്മാർ, ചേട്ടന്മാർക്ക് ചേട്ടന്മാരായിട്ട് ഇഷ്ടം പോലെ പേരുണ്ട്. അപ്പനായ സെബാസ്റ്റ്യനും ഉണ്ട്. പിന്നെ ഞാൻ എന്തിന് വളരെ ഹാപ്പിയാണ്. എന്തെങ്കിലും ഒരു ചെറിയൊരു കുറവ് ചിന്തിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. ഇനിയും ചിന്തിച്ചാൽ തന്നെയും അത് വലിയ ചിന്തയാകുന്നതിന് മുൻപ് അതിനുള്ള പ്രതിവിധി എൻ്റെ മുമ്പിൽ എത്തിയിരിക്കും. ഈശോ കൊണ്ടെത്തും. അതെ.
എന്തായിരിക്കുന്നതിലല്ല കാര്യം, നമ്മൾ എങ്ങനെ ആയിരിക്കുന്നതിലാണ് കാര്യം. എന്താകുവാണേലും മറ്റുള്ളവർക്കൊരു ഉപകാരപ്രദമായ ഒരു ജീവിതം, അത്രേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഷോൺ അഭിഷേകിനോടൊപ്പം ആയിരിക്കുമ്പോൾ അനേകരുടെ സ്വപ്നങ്ങൾക്ക് കാലുകൾ വയ്ക്കുവാൻ, അനേകരുടെ പ്രാർത്ഥനയിലേക്ക് വിശ്വാസത്തിൻ്റെ കൈകൾ നീളുവാൻ, ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കപ്പുറം കർത്താവിൻ്റെ വലിയ ആത്മീയ അഭിഷേകത്തിൻ്റെ ആ വലിയ സന്തോഷത്തിൻ്റെ നിറവ് എന്തുമാത്രം ഈ ഭൂമിയിൽ നാം അനുഭവിക്കണമെന്ന് കാണിക്കുവാൻ ദൈവം ഷോണിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഷോണിൻ്റെ ഓരോ മോട്ടിവേഷൻ ക്ലാസ്സിലൂടെയും അവൻ്റെ ഓരോ സ്വപ്നങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ അത് കേൾക്കുന്നവർക്ക് വലിയ ഒരാത്മീയ അഭിഷേകം ഉണ്ടാകുവാൻ, ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾക്കാൾ അപ്പുറമായി സ്വർഗീയമായ ആനന്ദം നിറയുവാൻ ഇന്നത്തെ തലമുറയിലുള്ള യുവാക്കൾക്കും യുവതികൾക്കും ഒരു വലിയൊരു സഹായമായി മാറുവാൻ ഷോണിന് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. ക്യാമറാമാൻ ആൻ്റണി ജോസഫിനൊപ്പം സജി ആൻ്റണി, ഷെക്കീന നോസ്.